ചലച്ചിത്ര നടൻ പ്രമുഖനായ അല്ലു അർജുനുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ കുറേ കാലമായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തെലങ്കാനയിലെ മുഖ്യമന്ത്രിയായ രേവന്ത് റെഡ്ഡിയുമായിട്ട് അല്ലു അർജുൻ്റെ പിതാവും തെലങ്കാന സിനിമയിലെ പ്രമുഖരായ പല സംവിധായകരും നിർമ്മാതാക്കളും എല്ലാം കൂടെ ചേർന്നുകൊണ്ട് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയെ നേരിട്ട് പോയി കണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്തു. കണ്ടപ്പോഴും മുഖ്യമന്ത്രി കൃത്യമായ നിലപാടെടുത്തു എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരം. അതായത് ഈ കേസ് എടുത്തതിൽ നിന്നും പിന്മാറാൻ കഴിയില്ല എന്നും ഈ ചലച്ചിത്ര പ്രവർത്തകർക്ക്, നടൻ ഉൾപ്പെടെയുള്ള ചലച്ചിത്ര പ്രവർത്തകർക്ക് സമൂഹത്തിനോടൊരു ബാധ്യതയുണ്ടെന്നും സമൂഹത്തിൻ്റെ സുരക്ഷിതത്വവും ക്രമസമാധാന നിലയും നിലനിർത്താൻ അവർക്ക് കൂടെ ഉത്തരവാദിത്വമുണ്ടെന്നും അദ്ദേഹം ഊന്നിപ്പറയുകയാണുണ്ടായത് എന്നതാണ് വിവരം. എന്തായാലും ചലച്ചിത്ര രംഗത്തെ പ്രമുഖന്മാരെല്ലാം കൂടി മുഖ്യമന്ത്രിയെ പോയി കാണാൻ പോയത് ഈ കേസിൽ ഒരു ലഘൂകരണം നടക്കണം, അത് ഒന്ന് ലളിതവൽക്കരിക്കണം എന്ന ആഗ്രഹത്തിലാണ്. പക്ഷേ അത് നടന്നിട്ടുണ്ടോ എന്നറിയില്ല. എന്തായാലും അല്ലു അർജുനെ നിർമ്മാതാവായ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ, അല്ലു അർജുൻ്റെ അച്ഛനായ അല്ലു അരവിന്ദ് ഉൾപ്പെടെയുള്ള തെലുങ്ക് സിനിമാ മേഖലയിലെ പ്രമുഖർ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുമായി ഇന്ന് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് കൂടിക്കാഴ്ച നടത്തി. പുഷ്പ 2 ദ റൂൾ എന്ന സിനിമയുടെ പ്രദർശനത്തിനിടെ ഈ മാസം ആദ്യം തിരക്കിലും പെട്ട് 35-കാരിയായ സ്ത്രീ മരിച്ച കേസിൽ അർജുന് പിന്നീട് ജാമ്യം ലഭിച്ചെങ്കിലും വലിയ വിവാദമാണ് സംഭവത്തിന് പിന്നിലെ ഉണ്ടായി. ഇതെല്ലാം നമുക്കറിയാവുന്നതാണ്. ഞാൻ ഇപ്പോൾ അവസാനമായി വന്ന വാർത്ത നിങ്ങളുടെ മുന്നിൽ ഒന്ന് അവതരിപ്പിക്കുകയായിരുന്നു. ആരാധകരെ നിയന്ത്രിക്കാൻ സെലിബ്രിറ്റികൾ ബാധ്യസ്ഥരാണെന്നും ക്രമസമാധാനത്തിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ലെന്നും കൂടിക്കാഴ്ചയിൽ രേവന്ത് റെഡ്ഡി സിനിമാ പ്രവർത്തകരോടും നടന്മാരോടും പറഞ്ഞതായി ആണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. അതാണ് പറഞ്ഞത്. ഒരു വിട്ടുവീഴ്ചയും ഇക്കാര്യത്തിൽ ഇല്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പറഞ്ഞിരിക്കുന്നത്. അഭിനേതാക്കൾക്കൊപ്പം സർക്കാർ നിലകൊള്ളുമെന്നും അദ്ദേഹം ഇതോടൊപ്പം തന്നെ അഭിനേതാക്കൾക്കും നടന്മാർക്കും സിനിമാക്കാർക്കും അവരുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ സർക്കാർ ഉണ്ടാകും. പക്ഷേ നാടിൻ്റെ ഒരു പൊതു മണ്ഡലത്തിൽ സിനിമാക്കാർക്ക് പ്രത്യേക സ്ഥാനമൊന്നും കൊടുക്കാൻ കഴിയില്ല എന്ന തരത്തിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. നിർമ്മാതാക്കളായ അല്ലു അരവിന്ദ്, അതായത് അല്ലു അർജുൻ്റെ പിതാവായ അല്ലു അരവിന്ദ്, സുരേഷ് ദഗ്ഗുബാട്ടി, സുനിൽ നാരംഗ്, സുപ്രിയ നാഗവംശി, പുഷ്പ 2 നിർമ്മാതാക്കളായ നവീൻ എർനേനി, രവിശങ്കർ എന്നിവരാണ് യോഗത്തിൽ മുഖ്യമന്ത്രിയുമായിട്ട് ചർച്ചയിൽ പങ്കെടുത്തത്. അഭിനേതാക്കളായ വെങ്കടേഷ് ദുഗ്ഗുബതി, നിതിൻ, വരുൺ തേജ്, സിദ്ധു ജൊനാഗദ്, കിരൺ അബ്ബാവനം, ശിവ ബാലാജി എന്നിവരും ഈ ചർച്ചയിൽ നടന്മാരും പങ്കെടുത്തു എന്നാണ് വരുന്നത്. എന്തായാലും സംവിധായകരായ ത്രിവിക്രം, ശ്രീനിവാസ്, ഹരീഷ് ശങ്കർ, അനിൽ രവിപുടി, ബോബി എന്നിവരും പങ്കെടുത്തു. ഇങ്ങനെ സംവിധായകരും പ്രമുഖ നടന്മാരും അതുപോലെ നിർമ്മാതാക്കളും എല്ലാം അടങ്ങുന്ന വലിയ സംഘമാണ് ഈ അല്ലു അർജുനൻ്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുമായി ചർച്ച നടത്തിയത്. പക്ഷേ രേവന്ത് റെഡ്ഡി ഒരു തരത്തിലും അയയുന്ന തരത്തിലല്ല അദ്ദേഹം പെരുമാറിയത്. നിങ്ങളുടെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ എല്ലാ കാര്യവും സിനിമാക്കാരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ചെയ്യാം, പക്ഷേ ഇത് ക്രമസമാധാന നില സംരക്ഷിക്കേണ്ടതാണ്, അതിൻ്റെ ഉത്തരവാദിത്വം സമൂഹത്തിലെ അംഗങ്ങൾ എന്ന നിലയിൽ നിങ്ങൾക്കുമുണ്ട് എന്ന തരത്തിൽ എന്നാൽ ഒരു സൗഹൃദപരമായ ഒരു ചർച്ച തന്നെയാണ് നടന്നതെന്നും അറിയുന്നുണ്ട്. എന്തായാലും അല്ലു അർജുൻ ചെയ്ത ആ ഒരു പ്രവൃത്തിയെ ഇപ്പോൾ ന്യായീകരിച്ചും അതിനെ എതിർത്തും ചില അഭിപ്രായങ്ങൾ നിരവധി ഉയരുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അല്ലു അർജുനെതിരായി ഉൾപ്പെടുത്തിയിരിക്കുന്ന കേസ് തുടരുക തന്നെ ചെയ്യും. അത് പിൻവലിക്കുന്ന പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയില്ല. ആ കേസ് തുടരുക ചെയ്യും. എന്നാൽ ഈ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ച രേവതിയുടെ ഭർത്താവ് ഭാസ്കർ ഈ അല്ലു അർജുനെതിരായുള്ള കേസ് പിൻവലിക്കാൻ തയ്യാറാണെന്നുള്ള വിവരവും നമ്മൾ ഇടയ്ക്ക് പുറത്തു വന്നു. അദ്ദേഹം കേസ് പിൻവലിച്ചാൽ പോലും ഗവൺമെന്റിന് കേസ് നിലനിർത്താൻ കഴിയും. ആ കേസ് ഒരുപക്ഷെ ഈ ഭാസ്കർ തൻ്റെ പരാതി പിൻവലിച്ചുകൊണ്ട് കേസിൽ നിന്ന് മാറിയാലും സർക്കാരിന് ആ കേസിൽ ഉറച്ചു തന്നെ നിലനിൽക്കാം. അങ്ങനെ സർക്കാർ അങ്ങനെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അതിൽ നിന്നും സർക്കാരിനെ പിന്തിരിപ്പിക്കാവുന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഒരു വൻ പട, വലിയ നിർമ്മാതാക്കളും വലിയ സംവിധായകരും വലിയ നടന്മാരും എല്ലാം കൂടെ ചേർന്നുകൊണ്ട് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയെ കണ്ടിരിക്കുന്നത്. രേവന്ത് റെഡ്ഡിയിൽ നിന്നും വളരെ അനുകൂലമല്ലാത്ത ഒരു പ്രതികരണമാണ് സിനിമാക്കാർക്ക് ഉണ്ടായതെങ്കിൽ പോലും അവർക്ക് വളരെ ഒരു പ്രതീക്ഷ നൽകുന്ന തരത്തിൽ വളരെ സൗമ്യനായിട്ടാണ് രേവന്ത് റെഡ്ഡി സംസാരിച്ചതെന്ന് തന്നെയാണ് ഈ സിനിമാക്കാരും പറയുന്നത്. എന്തായാലും
നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ സിനിമാ രംഗത്ത് ഇതൊരു വലിയൊരു ചർച്ചയായിരിക്കുകയാണ്. ഇതൊരു പാഠം തന്നെയാണ്. കേരളത്തിലെ ഈ മെഗാ സ്റ്റാറുകളെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നവർക്കും ചില കൊമ്പുകളുണ്ടെന്ന് ചില ധാരണ ഉണ്ട്. അത് മലയാളത്തിൽ മാത്രമല്ല പല നടന്മാർക്കും അതുണ്ട്. അത് ഒന്ന് മാറിക്കിട്ടുക. കാരണം അവരും സമൂഹത്തിലെ സാധാരണ പൗരരാണ്. നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ ചെയ്യുന്ന കഥാപാത്രത്തെയാണ്, നിങ്ങളെയല്ല എന്ന് ആദ്യം മനസ്സിലാക്കാൻ, അതിനുള്ള തിരിച്ചറിവുണ്ടാകാൻ ഈ മെഗാ സ്റ്റാറുകൾക്കും ഈ നടന്മാർക്കും കഴിയണം. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.